ഒരു വെടിക്ക് രണ്ടു പക്ഷി. നവകേരള യാത്രയിലെ ഗൺമാന്മാർക്കെതിരായ കേസ് അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിച്ച UDF സർക്കാരിന് മുന്നിലേക്ക് പ്രതിയായി എത്തിയിരിക്കുകയാണ് ADGP MR അജിത് കുമാർ. പിണറായി വിജയന്റെ വലം കൈയായിരുന്നു ഈ ADGP. നിലവിൽ DGP തസ്തികയ്ക്ക് അരികിൽ നിൽക്കുന്ന ADGPക്ക് കിട്ടിയ ഇരുട്ടടിയാണ് ഈ കേസ്. നിയമ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അജിത് കുമാറിന്റെ പ്രമോഷൻ കട്ടപ്പുറത്താകും. ഇതോടെ പിണറായി വിജയന്റെ അംഗരക്ഷകരെ പൂട്ടാനിറങ്ങിയ UDFന് കിട്ടിയ ബോണസായി അജിത് കുമാറിനെതിരെയുള്ള നടപടികൾ. അംഗരക്ഷകർ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചുവെന്ന കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിച്ചത് അജിത് കുമാറാണെന്ന് SP ഷൗക്കത്ത് അലി ആഭ്യന്തര വകുപ്പിന് കൈമാറിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇതാണ് അജിത് കുമാറിന് തിരിച്ചടിയായ ഘടകം. LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലം കൈയായിരുന്ന അജിത് കുമാറിനെ പൂട്ടാനുള്ള അവസരം ഇങ്ങോട്ട് തേടി വന്നത് UDF മുതലാക്കുന്നുണ്ട്. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച കേസിൽ ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വധശ്രമം ഉൾപ്പെടെ കടുത്ത വകുപ്പുകൾ ചുമത്തുന്നതിനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ സമയത്ത് കേസ് ഡയറി തിരുത്താൻ അജിത് കുമാർ നിർബന്ധിച്ചെന്ന് ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഓഗസ്റ്റിൽ DGP പദവിയിലെത്തേണ്ട ആളാണ് അജിത് കുമാർ. ഇദ്ദേഹത്തിനെതിരെ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചേക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച കേസിൽ അകമ്പടി സേനയിലെ 3 പേരെ കൂടി പ്രതിയാക്കി പ്രത്യേക അന്വേഷണ സംഘം ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഷൈജു, അരുൺ, വിപിൻ എന്നിവരാണ് പുതിയ പ്രതികൾ. പിണറായിയുടെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരൻ S സന്ദീപ് എന്നിവർ മാത്രമായിരുന്നു ഇതുവരെ പ്രതികൾ. ഇവർ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ 26-ന് പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതിക്രമം കാട്ടിയ സുരക്ഷാ സംഘത്തെ സസ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്ക് SIT അന്വേഷണം നീങ്ങുന്നതിനിടയിലാണ് കേസ് അട്ടിമറിക്കാൻ മുൻപ് നടന്ന ഉന്നത ഇടപെടലിന്റെ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. കേസിൽ ഇടപെട്ടെന്ന് തെളിഞ്ഞാൽ ഗുരുതര കുറ്റമായി കണക്കാക്കി ആഭ്യന്തര വകുപ്പ് തുടർ നടപടി സ്വീകരിക്കും. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുള്ള അന്വേഷണത്തിനാണ് സാധ്യത. ഇതോടെ അധികാരമേറ്റ് മാസം 1 തികയുന്നതിന് മുമ്പ് തന്നെ പിണറായി ഭക്തന്റെ തുപ്പിത്തെറിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരിക്കുകയാണ്. ആദ്യ അന്വേഷണത്തിന്റെ കേസ് ഡയറി തിരുത്തിയതിന് ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടെന്നും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുമെന്നും മർദ്ദനമേറ്റ ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർ പറഞ്ഞിരുന്നു. സുരക്ഷാ സംഘത്തെ കുറ്റവിമുക്തരാക്കാൻ ADGPയുടെ നേതൃത്വത്തിൽ ഇടപെടൽ നടന്നെന്നാണ് വിവരം. കേസ് ഡയറി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി തിരുത്തിയെന്നും പ്രതികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയെന്നുമാണ് SIT കണ്ടെത്തിയത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ഇത് സംബന്ധിച്ച മൊഴി SITക്ക് നൽകുകയായിരുന്നു. റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതോടെ DGP കസേര സ്വപ്നം കണ്ടിരിക്കുന്ന MR അജിത് കുമാറിന് തിരിച്ചടിയായിരിക്കുകയാണ് പുതിയ വഴിത്തിരിവുകൾ. അതേസമയം വിശദമായ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കാലതാമസം എടുത്തേക്കാം. അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയാലുടൻ 2 പേർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വകുപ്പുതല നടപടികളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്താതെ പരാതിക്കാർ തെളിവ് ഹാജരാക്കിയില്ലെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണം മാത്രമാണ് ചെയ്തതെന്നും എഴുതി ചേർത്തത് നിയമവിരുദ്ധമാണെന്നും ഔദ്യോഗിക പദവിയുടെ ദുരുപയോഗമാണെന്നുമാണ് വിലയിരുത്തൽ വന്നിരിക്കുന്നത്.